എന്നാലും നമുക്കറിയാം ഓരോ നേതാക്കന്മാർ, കാര്യങ്ങളുടെ പേര് ഞാനിപ്പം പറയുന്നില്ല. മഹാനായ ശംസുല്ലമയായാലും മഹാനായ ഇ.കെ. ശംസുലാറായാലും അതിനു മുമ്പ് കഴിഞ്ഞവരായാലും ഇപ്പൊ അടുത്ത് മഹാനായ താജുൽ കൻസുല്ലമ അടക്കമുള്ളവരായ അതിന് പകരം ഒരാളുണ്ട് എന്ന് കാണിക്കാറായിട്ടില്ല. അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല, നൽകട്ടെ. അതുകൊണ്ടും കാണിക്കും അത് ഇന്ന ആളെ ഇത് പറ്റിയ ആളോ ഇല്ല. അത് ഭയാനകരമായ ഒരു അവസ്ഥയാണ്. ആശങ്കയുള്ളൊരു ഭാവിയിലേക്കാണ് നമുക്ക് ആ സമയത്ത് തോന്നുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കണം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങള് എല്ലാ രംഗത്തും, ഞാൻ വിവാഹം കഴിച്ചിങ്ങോട്ട് വരുമ്പോൾ അന്ന് 10-11 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ സമയത്ത് സാധാരണ കുട്ടികളുടെ തമാശകളൊന്നും അങ്ങനെയില്ല. ഒരു ചെറിയ ഒരവസ്ഥയിലുണ്ടാവും. അങ്ങനെ വളർന്ന് അനാവശ്യമായ സംസാരങ്ങളോ മറ്റോ ഇല്ലാതെ നിലക്കും. വാപ്പയോടാണെങ്കിൽ വളരെ ഭയത്തിലാണ്, വളരെ ഭയത്തിൽ. ഒരു പിതാക്കളും മക്കളുമായി ഉണ്ടല്ലോ ഒരു സ്നേഹപ്രകടനങ്ങൾ അതുവരെ ഉണ്ടാവും. അത്രയും ഭയത്തിൽ. ചെറുപ്പത്തിലെ ഒരു ഉസ്താദിന്റെ അടുത്തുള്ള ശിഷ്യനൊപ്പമാണ് ഞാൻ കണ്ടത്. അതാണ് വളർന്ന് ഇവിടെ വരേറ്റ സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നത് അല്പസമയം പറയാം. അതായത് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞ് എനക്കിപ്പാൻ്റെ ആട് ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു പള്ളി ജോലിയാക്കി തരണം, ഉള്ളാളത്ത് മാപ്പാൻ്റെ അടുത്ത് ശരിയാവും പേടിച്ചിട്ടാണ് നിർത്തുന്നത്. അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അനുജനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞിക്കോയത്തങ്ങളോട്, ഇവിടെ കോയമ്മക്കൊരു ജോലി വേണം. പെട്ടെന്ന് മൂപ്പര് പറഞ്ഞ് അയാൾക്ക് സുഖമില്ല. അപ്പം ഈ കയ്യിൽ എന്തായാലും പറയുന്നത് അതൊരു സന്ധിനൊക്കെ ഒരു വേദന ഉണ്ടായത്, എല്ല് വളരുന്നത്. കുറേ മെല്ലും ചെയ്ത് പിന്നെ ബഗ്ദാദിലേക്ക് കൂട്ടിക്കൊണ്ട് ഈ കണ്ണിത്തുസാറിൻ്റെ കൂടെ പോകുമ്പോൾ മക്കത്ത് അച്ഛന് കൊണ്ടുപോയി. എന്നിട്ട് താജുലിമ്മ പറഞ്ഞ എന്നോടതാ കോയമ്മക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത്. ഒന്നാമത് ശിഫയാക്കി ചുരുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പൊ എൻ്റെ അനുജൻ കുഞ്ഞിക്കകത്ത് പറഞ്ഞ അയാൾക്കത്ര സുഖമില്ല, കയ്യിൽ അതുകൊണ്ട് ദൂരം വേണ്ട, വലിയ പള്ളിയും വേണ്ട, കൂറത്തെ പള്ളിയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. യൂസുഫാജിയോട് പറയും, അവിടെ നിൽക്കണം, ഭക്ഷണം മറ്റു പുരയിൽ കൊടുക്കാൻ പാടില്ല, അയാളെ പുരയിൽ തന്നെ കൊടുക്കണം. അല്ലാതെ രാവിലെ 2 ഇളം ചൂടാക്കിയ മുട്ടയും രാത്രി കിടക്കുമ്പോൾ 1 ഗ്ലാസ് പാലും കൊടുക്കാൻ പറയണം. എന്തെല്ലാം ഞാൻ കുഞ്ഞിക്കോയത്തങ്ങൾ പറഞ്ഞു. അങ്ങനെ അന്ന് ആദ്യമായിട്ടാ യൂസുഫാജിന്റെ മോനുണ്ടാവണം ഇല്ല ഒക്കറുണ്ടതാ. യൂസുഫാജിയോട് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ പോയി പറഞ്ഞു. ആ പള്ളിയും ഞാൻ എടുപ്പിച്ചതാണ്, ആ സ്ഥലവും നമ്മുടെ വാപ്പ പോയി നോക്കിയിട്ട് എടുപ്പിച്ചതാണ്. സ്ഥലം മുഴുവൻ 18 ഏക്കർ. അന്ന് വാപ്പാന്റെ പേരാണ് പള്ളിക്ക് ഞാൻ ഫضل മസ്ജിദ്. പിന്നെ താജുൽമാനെ കൊണ്ടുപോയി പള്ളി വിപുലീകരിച്ചു. പിന്നെ കോയമ്പത്തങ്ങൾ ഒന്നുകൂടി മാളിക എടുത്തിട്ട് വിഷയം വരാമുള്ളതാണ്. സംഭവം അങ്ങനെയാണ്. അങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് കാജൂർക്കാർ വന്നു. കാജൂർ തങ്ങളെ മരിച്ചുപോയി സെയ്ദ് മുഹമ്മദ് ജമലുല്ലേരി തങ്ങൾ, അവർ സ്വർഗത്തിൽ ലഭിച്ചു കൂട്ടട്ടെ. അപ്പൊ അതിന് പകരമായിട്ടൊരാളില്ല. അപ്പോ ഞങ്ങൾ ഉള്ളാളത്ത് പോയി കോയമ്പത്തങ്ങളെ കാജൂർ അപ്പൊ ഉള്ളാളത്ത് തങ്ങൾ പറഞ്ഞ് അത് കുമ്പോല പുതിയാപ്പിളോട് പോയിട്ട് ചോദിക്കുക, അയാൾ എവിടെ നിർത്തിയത് എനിക്കറിയില്ല എന്ന്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നതാ. ഞാൻ അവരോട് പറഞ്ഞു, കോയമ്മാനെ നിങ്ങളുടെ തിപ്പം നിർത്താൻ പറ്റില്ല, കുറച്ച് അസുഖമല്ലോ ഉണ്ട്, വലിയ ഉത്തരവാദിത്വമൊക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ ഒരാളെ തരാം, പക്ഷെ ക്ഷമിക്കണമെന്ന്. ഞാനാണത്
അത് ജമീലജി തങ്ങളെ നിങ്ങളെ കാജൂർ തങ്ങളുടെ മകൻ ഉള്ളാടത്ത് പഠിക്കുന്നുണ്ട്. ഒരു 4 മാസം കൊണ്ട് തഹസീലാണ്. പിന്നെ അയാളെ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്ത ഉടനെ കുറെ കൊല്ലായി സെയ്ദ് സൈനുൽ ആബിദീൻ ജമീലി തങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മൾ ചുരുക്കി പറയാം. ഞാൻ പറഞ്ഞതുപോലെ അവിടെ നിന്ന് അത് പിന്നെയാണ് ഈ വളർച്ച നമ്മളിങ്ങനെ അറിയുന്നത്. അങ്ങനെ വളർന്നു കൊണ്ടേ പോയി. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ആ വളർച്ചക്ക് ഏറ്റവും അധികം ശക്തി പകർന്നത് എല്ലാത്തിനും ഇജാസത്ത് പറയും. ആ ഇജാസത്ത് മറ്റാരുതല്ല, ഉമ്മാന്റെയും മാപ്പാന്റെയും തന്നെ. ഉമ്മ വഫാത്തായപ്പോൾ ഒന്നുകൂടി അതങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ അത് വളർന്നു വരുമ്പോൾ ഉപ്പയും വഫാത്തായി. ഒന്നുകൂടി ശക്തിപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉന്നതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ അസ്തമാനം ഉണ്ടായിപ്പോയത്. അള്ളാഹുവിന്റെ നമുക്ക് തീരുമാനങ്ങൾ അതിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വ്യസനമുണ്ട് എങ്കിലും നമ്മൾ ക്ഷമിക്കണം. കാരണം നമ്മുടെ മാതൃകയാരാണ്? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്ലാം ലോകത്ത് ശക്തിപ്പെട്ടതല്ലാതെ എവിടെയും തകർന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതിനുശേഷമുള്ള ഖുലഫാഇ റാഷിദീങ്ങളായ നാളാണ് അവരോരോ വഫാത്തായി അല്ലെങ്കിൽ ഷഹീദായെങ്കിലും നമ്മുടെ സമുദായത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് ഇങ്ങോട്ടെടുത്താൽ ഇന്ന് വരെയും ഇന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്നുണ്ട്. അതിന് പലപ്പോഴും കാരണക്കാർ നമ്മളാകേണ്ടി വരും. നമ്മളെ കാലത്ത് നമ്മളാണ് അതിന്റെ കാരണക്കാർ. നമ്മളിന്ന് പകർന്ന് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഭാവി തലമുറയാണ് അതിന് കാരണക്കാർ. അതിന് പ്രവർത്തിക്കണം. വളരെ ചുരുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വിഷമത്തിൽ നമ്മൾ സമയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അവരിൽ നിന്നെല്ലാം പകർന്നത് അതേ നിലക്ക് നമ്മൾ നിലനിർത്തണം. ഒരു ഉപ്പ ഒരു മകനിക്ക് ഒരു തോട്ടം കൊടുത്ത് നോക്കാൻ വേണ്ടി അങ്ങനെ നോക്കാം. ഉപ്പ മരിച്ച് വയസ്സായി അതിന് നോക്കണം. ഉപ്പ മരിച്ചിട്ടാകുമ്പോ അതിന് വെള്ളം വെച്ചിട്ടാണ് അത് പോകും. ബാക്കിയാ പോകും. ആ തൈയൊക്കെ നശിക്കൂല. അതുപോലെ തന്നെയാണ് നമ്മളെ മുൻഗാമികളായ അലിമീങ്ങളും സാദാത്യങ്ങളും അരിഫ്യങ്ങളും കാണിച്ചു തന്ന പ്രവർത്തനങ്ങളും വഴികളും സ്ഥാപനങ്ങളും പഠിപ്പും ഇൽമും എല്ലാം അവര് നമ്മളിൽ നിന്ന് തന്നിരിക്കുന്നു, പകർന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് 2 കൈ കൊണ്ടും സ്വീകരിച്ച് അത് വരും തലമുറയിലേക്ക് നമ്മളായത്തിന്റെ അവസാനം വരെയും അത് എത്തിച്ചു കൊടുക്കേണ്ട കടമ നമുക്കാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കടമയാണ്. അതെല്ലാം ദീനുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം